Hi everyone, welcome back. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്റർ ബികോമിന്റെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന പേപ്പറിലെ GST എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയുള്ള പോലെ തന്നെ 5 മൊഡ്യൂളുകളാണ് നമുക്ക് ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ വരുന്നത്. അതിൽ ലാസ്റ്റത്തെ 3 മൊഡ്യൂൾ, അതായത് 3, 4, 5 ഈ 3 മൊഡ്യൂളുകളിലാണ് നമുക്ക് GSTയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 3 മൊഡ്യൂളുകളാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ 3ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 മുതൽ 4 ചാപ്റ്റേഴ്സ് വരെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു GST. അപ്പോൾ നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ 1ാമത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു GST. നമുക്ക് എന്താ നോക്കാം. എന്താണ് GST? അതായത് the GST is a comprehensive multi-stage destination based tax which is levied on every value addition. ശ്രദ്ധിക്കുക, GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് വരെ നമ്മൾ GST ഈടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി, അതായത് ഒരു മാനുഫാക്ചറർ യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ആ പല പ്രോസസ്സിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ടാക്സ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ GST ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം പല പ്രോസസ്സുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സിന് പകരം ഒരൊറ്റ സിംഗിൾ പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ GSTയിലൂടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ്, ഇറ്റ് ഈസ് മൾട്ടി സ്റ്റേജ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ആണ് എന്ത് GST എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഇൻകം ടാക്സ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ആണ് വരുന്നത്. ഈ GST ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് ഒറ്റ ലക്ഷ്യമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് വൺ നാഷൻ വൺ ടാക്സ്. ഒരു നേഷന് ഒരു ടാക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ GST ഉടലെടുക്കുന്നത് അല്ലെ. അപ്പൊ പല പ്രോസസ്സിലൂടെ പല രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ടാക്സിന് നമ്മൾ ഒറ്റ പോയിന്റിലേക്ക് നമ്മൾ അതിനെ കട്ട് ഷോർട്ട് ചെയ്യാണ് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് GST. ഇറ്റ് ഈസ് എ സിംഗിൾ ടാക്സ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സിംഗിൾ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ സിംഗിൾ ടാക്സ് കോൺസെപ്റ്റ് ആണ് എന്ത് GST. ദ കൺസെപ്റ്റ് ഓഫ് GST is subsumed സെൻട്രൽ എക്സൈസ് ലോ, സർവീസ് ടാക്സ് ലോ ആൻഡ് വാറ്റ്. ഈ ഒരു GST വന്നപ്പോൾ പല ലോകളെയും പല ആക്ടിനെയും അത് സബ്സ്യൂം ചെയ്തു, കട്ട് ഷോർട്ട് ചെയ്തു, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു എന്ന് പറയാം. നമുക്ക് എക്സൈസ് ലോസ്, സർവീസ് ടാക്സ് ലോ, വാറ്റ് തുടങ്ങിയ ടാക്സുകളൊക്കെ നമുക്ക് സബ്സ്യൂം ചെയ്യാൻ, കട്ട് ഷോർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. GST has brought the Indian taxation framework under unique ideology one nation one tax. കണ്ടോ, ഇത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നതാണ് എന്ത്, ഒരു നേഷന് ഒരു ടാക്സ്. Then GST is the biggest indirect tax reforms in India. ഇന്ത്യയിലുള്ള നിലനിൽക്കുന്ന ഏറ്റവും വലിയ ടാക്സ് റിഫോമുകളിൽ ഒന്നായി, വെറും ടാക്സ് അല്ല, ഇൻഡയറക്റ്റ് ടാക്സ് റിഫോം ആണ് എന്ത് GST എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നോക്കാം ഈ GST നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലെ, എന്താണ്, എപ്പോഴാണ് ഈ GST നമ്മൾ നമ്മുടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ഈ ഒരു കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഹിസ്റ്ററി ഓഫ് GST 2000 മുതലാണ് നമ്മൾ ഈ GSTയുടെ ആ ഒരു ഇംപ്ലിമെന്റേഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. ദ പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് GST ആൻഡ് സെറ്റപ്പ് എ കമ്മിറ്റി ടു ഡിസൈൻ എ GST മോഡൽ ഫോർ ദ കൺട്രി. ആദ്യമായിട്ട് പ്രൈം മിനിസ്റ്റർ ആണ് ഈ GST എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അത് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളും ഒരു ഡിസൈനിങ് വർക്ക് കൊടുക്കാൻ വേണ്ടി അവരൊരു കമ്മിറ്റിയെ ഡിസൈൻ ചെയ്തു. Then 2003 the central government formed a task force on the fiscal responsibility and budget management under Vijay Kelkar. 2003 വിജയ് കെൽക്കറുടെ നേതൃത്വത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ടാസ്ക് ഫോഴ്സ്, ദാറ്റ് ഈസ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്ന പേരിൽ ഒരു ടാസ്ക് ഫോഴ്സ് അവർ കൊണ്ടുവന്നു. 2004 ടാസ്ക് ഫോഴ്സ് recommended GST to replace the existing tax regime by
replacing central level VAT and sales level VAT. ഈ ഒരു ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് നമുക്ക് GST ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പരിണിത ഫലമായിട്ട് ചില ടാക്സ് റിഫോംസുകളെ നമുക്ക് റിപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ദാറ്റ് ഈസ് സെൻട്രൽ ലെവൽ VAT ആൻഡ് സെയിൽസ് ലെവൽ VAT. In 2006 the first announcement of GST made by the Union Minister 2006 and 2007 budget. അങ്ങനെ 2006 ആദ്യത്തെ അനൗൺസ്മെന്റ് വന്നു GSTയുടെ. ദാറ്റ് ഈസ് യൂണിയൻ മിനിസ്റ്റർ 2006-2007 ബഡ്ജറ്റിലാണ് ഈ GST നെ കുറിച്ച് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. Then 2009 Empowered Committee released the first discussion paper. അങ്ങനെ 2009 Empowered Committee ആദ്യമായിട്ട് FDP ഫസ്റ്റത്തെ ഡിസ്കഷൻ പേപ്പർ ഇഷ്യൂ ചെയ്തു GST യെ കുറിച്ചിട്ടുള്ളത്. 2011 15th അമെൻമെന്റ് ബില്ലിൽ നമ്മൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2014 122ാമത് അമെൻമെന്റ് ബില്ല് നമ്മൾ ലോകസഭയിൽ പാസ്സാക്കി. ദെൻ 2016 ഓഗസ്റ്റിൽ 101ാമത്തെ അമെൻമെന്റിൽ ആദ്യത്തെ GST കൗൺസിൽ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ദാറ്റ് ഈസ് GSTC ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ. അവരുടെ ആദ്യ മീറ്റിംഗ് നടന്നത് 2016 ദെൻ 2017 മാർച്ചിൽ CGST, SGST, UTGST, IGST എന്നുള്ള കോമ്പൻസേഷൻ സെസ് ആക്ട് തുടങ്ങിയവ നമ്മൾ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. 2017 ഏപ്രിലിൽ CGST, SGST, UTGST, IGST ആൻഡ് കോമ്പൻസേഷൻ സെസ് ആക്ടുകൾ നമ്മൾ പാസ്സാക്കി. 2017 ജൂലൈ 1-ാം തീയതിയാണ് GST the law that is goods and services tax was launched all over India. നമ്മുടെ ഇന്ത്യയിൽ ആകമാനം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ലോകവ്യാപകമായിട്ട് GST ഒഫീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് 2017 ജൂലൈ 1-ാം തീയതിയാണ്. എന്നാൽ 2017 ജൂലൈ 7-ാം തീയതിയാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമ്മുടെ GST ആക്ട് പാസ്സായത് അല്ലെ. അപ്പൊ അത് മാത്രമാണ് അവിടെ ഒരു ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് സെപ്പറേറ്റ് ലെജിസ്ലേഷൻ ആയതുകൊണ്ടാണ് ജൂലൈ 7th മാത്രം അവിടെ പാസ്സായത്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ജൂലൈ 1-ാം തീയതി തന്നെ നമ്മൾ GST കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് GSTയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ GSTയുടെ വളരെ പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ദ ഫീച്ചേഴ്സ് ഓഫ് GST. GST is applicable on supply of goods and services. GST മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സപ്ലൈയിലാണ്. Then GST is based on the principle of destination based consumption taxation as against the present principle of origin based taxation. നമ്മൾ ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് വരെ ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ ആയിരുന്നു. അതായത് എവിടെ നിന്ന് എവിടേക്കാണോ നമ്മുടെ ഗുഡ്സ് എത്തുന്നത് അല്ലെങ്കിൽ സർവീസ് എത്തുന്നത് ആ പോയിന്റിലാണ് നമ്മൾ GST നമ്മൾ മീൻസ് ടാക്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ GST വന്നതിന് ശേഷം അത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ബേസ്ഡ് ടാക്സേഷൻ ആയിട്ട് മാറി. അപ്പോൾ ഡെസ്റ്റിനേഷനും കൺസംഷനും ടൈമിനും പ്ലേസിനും ഒക്കെ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് GST വന്നതിന് ശേഷം. GST എന്ന് പറയുന്ന ഒരു ഡ്യുവൽ GST സിസ്റ്റം ആണ്. കാരണം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സൈമിൾട്ടേനിയസ്ലി ലെവിയിങ് ടാക്സ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ നമ്മൾ എന്ത് കൊടുക്കണം GST നമ്മൾ കൊടുക്കണം. ആൻഡ് ഇന്റഗ്രേറ്റഡ് GST that is IGST would be levied on interstate supply of goods and services. interstate supply of goods and services നടക്കുന്ന സ്റ്റേറ്റുകൾക്ക് മാത്രമായിട്ട് ബാധകമാകുന്ന IGST ആക്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ imports of goods and services would be treated as interstate supply. നമ്മൾ ഗുഡ്സും സർവീസസും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി GSTക്ക് 4 ടാക്സ് റേറ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. 5%, 12%, 16%, 28% എന്ന രീതിയിൽ 4 റേറ്റ്സ് ആണ് വരുന്നത്. Then GST would apply on all goods and services except alcohol for human consumption. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും GST ഉണ്ട്. പക്ഷെ അതിൽ ഹ്യൂമൻ പർപ്പസ് അല്ലെങ്കിൽ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കഹോളിക് പ്രൊഡക്ട്സിന് മാത്രം നമ്മൾ എന്തില്ല GST നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. Then GST on 5 specified petroleum product would be applicable from
a date to be recommended by the GSTC. അതേപോലെ തന്നെ 5 സ്പെസിഫൈഡ് പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് ക്രൂഡ്, പെട്രോള്, ഡീസൽ, ATF ദാറ്റ് ഈസ് ഏവിയേഷൻ ടർബിൻ ഫ്യൂവൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, ഈ 5 എലമെന്റുകൾക്ക് പെട്രോളിയം പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് റെക്കമെൻഡഡ് ബൈ ദി GSTC, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ ആണ് അത് റെക്കമെൻഡ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ GSTയുടെ വളരെ പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാം. Then next ആണ് സ്കോപ്പ് ഓഫ് GSTക്ക് പ്രധാനമായിട്ട് നമ്മൾ 3 സ്കോപ്പാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, 3 സാധ്യതകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. The GST would apply to all goods other than specified petroleum products and alcoholic products for human consumption. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് 2 എക്സംഷൻ കേസുകളാണുള്ളത്. ഒന്ന് കൺസംഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കഹോളിക് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ പെട്രോളിയം പ്രൊഡക്ട്സിനും സ്പെസിഫൈഡ് പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് ക്രൂഡ്, പെട്രോള്, ഡീസൽ, ATF, നാച്ചുറൽ ഗ്യാസ്, ഈ 5 പെട്രോളിയം പ്രൊഡക്ട്സുകൾക്കും നമുക്ക് എന്തില്ല, GST ഇല്ല. Then GST would apply to all services bearing a few to be specified. അതായത് എല്ലാ പ്രൊഡക്ട്സുകൾക്കും നമ്മൾ അവിടെ പറയുന്നത്, പക്ഷെ ചില സ്പെസിഫൈഡ് പ്രൊഡക്ട്സുകൾക്ക് നമുക്ക് ഈ GST നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. Then the scope of GST will take the form of dual GST. It will comprises of CGST, SGST and IGST. നമ്മൾ പറഞ്ഞു GST എന്ന് പറയുന്ന ഒരു ഡ്യുവൽ സിസ്റ്റം കൺസെപ്റ്റ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരേ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ടാക്സ് ഈടാക്കുന്ന, ലെവി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ GSTയുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്, അത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്ന മേഖല എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, CGST, SGST, IGST തുടങ്ങിയതിലേക്കാണ് അത് ഡൈവേർട്ട് ചെയ്ത് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ GSTയുടെ സ്കോപ്പ് ആയിട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ആണ് വരുന്നത് നീഡ് ഓഫ് GST. നീഡ് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് GST വേണം എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പ്രസന്റ് സിസ്റ്റം അലൗ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഈസ് ലൈക്ലി ടു റേഷണലൈസ് ഇറ്റ്, അല്ലെ? അതായത് GSTക്ക് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ആണ്. അതായത് പല പോയിന്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മളത് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ എത്ര ലെവൽ നമ്മൾ കടന്നിട്ടാണോ വരുന്നത്, ആ ഓരോ ലെവലിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായി വന്നു, ടാക്സ് കൊടുക്കേണ്ടതായി വന്നു. പക്ഷേ GST വന്നപ്പോൾ ആ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് എന്ന് പറയുന്ന ആ ഇഫക്റ്റ് നമുക്ക് അവിടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 1 nation 1 tax എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് മാറി. Many areas of services which are untaxed after the introduction of GST, they will also get covered. അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസ് ഓഫ് സർവീസുകളിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ലാത്ത കുറെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ GST വന്നപ്പോൾ ആ ഏരിയയും കൂടെ നമ്മൾ കവറപ്പ് ചെയ്ത് നമ്മൾ ടാക്സ് കൊടുക്കാൻ തുടങ്ങി. GST will help to avoid the distortion caused by present complex tax structure and will help in development the common national market. അതേപോലെ തന്നെ പ്രസന്റ് ടാക്സ് സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഒരുപാട് ലിമിറ്റേഷൻ പോരായ്മകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പുതിയൊരു ടാക്സ് സ്ട്രക്ചർ നമുക്ക് രൂപീകരിക്കാനായിട്ട് GST നമ്മളെ ഒരു പരിധി വരെ നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ദ ഗ്രേറ്റർ സെർട്ടനിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ടാക്സസ്. അതുപോലെ തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടാക്സിങ് സ്ട്രക്ചർ ആണ് എന്ത്, GST എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GST വിൽ അവോയ്ഡ് ദ ഡബിൾ ടാക്സേഷൻ ഫോർ സം എക്സ്റ്റെൻഡ്. അതായത് ഡബിൾ ടാക്സേഷൻ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ GST വിൽ പ്രൊവൈഡ് അൺബയസ്ഡ് ടാക്സ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ന്യൂട്രൽ ടു ബിസിനസ് പ്രോസസ്സസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. അതേപോലെ തന്നെ അൺബൈസിംഗ് ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ അല്ല, ഒരു ന്യൂട്രൽ വേയിൽ അല്ലെ, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും മാത്രം ലെവിയബിൾ ആകുന്ന രീതിയിൽ ആ ഒരു 1 nation 1 tax എന്നുള്ള ഐഡിയോളജി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാക്സിങ് സ്ട്രക്ചർ ആയിരുന്നു എന്ത്, GST എന്ന് പറയുന്നത്. അതുപോലെ തന്നെ that is achieving the uniformity of taxes across the territory, അല്ലെ? എല്ലാ മേഖലകളിലും നമുക്കൊരു യൂണിഫോമിറ്റി ഓഫ് ടാക്സ് നമുക്ക് കൊണ്ടുവരാനായിട്ടും ആര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈ പറയുന്ന GST സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ നീഡ് ഫോർ GST ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് GSTയുടെ മീനിങ്, എന്താണ് മീനിങ് ഓഫ് GST, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് GST
എന്താണ് ഹിസ്റ്ററി ഓഫ് GSTയുടെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് GST എന്തൊക്കെയാണ്, ദെൻ എന്തൊക്കെയാണ് GSTയുടെ 3 പ്രധാനപ്പെട്ട സാധ്യതകൾ, അതേപോലെ തന്നെ നീഡ് ഓഫ് GST എന്താണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.